നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ CJPയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിലെ ക്രിമിനലുകളെ പൊക്കാൻ സർവ്വസന്നാഹങ്ങളൊരുക്കി ഡൽഹി പോലീസ്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ഡൽഹി പോലീസിന്റെ നീക്കം. കൂടാതെ 360 ക്യാമറകൾ, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ സാങ്കേതികവിദ്യ എന്നിവയടങ്ങിയ അത്യാധുനിക സർവൈലൻസ് വാഹനം തുടങ്ങി നിരവധി സന്നാഹമാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലൂടെ സമരസ്ഥലത്തേക്ക് സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും കടന്നുകൂടുന്നത് തടയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സമരപന്തലിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും പുറത്തേക്ക് പോകുന്ന വഴികളിലുമാണ് FRS ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ ദൂരെ നിന്ന് പോലും ആളുകളുടെ മുഖങ്ങൾ വ്യക്തമായി പകർത്താൻ ശേഷിയുള്ള ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറകൾ പകർത്തുന്ന ചിത്രങ്ങൾ തത്സമയം തന്നെ പോലീസിന്റെ കുറ്റവാളി ഡേറ്റാബേസുമായി ഒത്തുനോക്കും. മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആൾക്കൂട്ടത്തിലുണ്ടെങ്കിൽ അത് നിമിഷങ്ങൾക്കകം തിരിച്ചറിഞ്ഞ് സ്ഥലത്തുള്ള പോലീസ് യൂണിറ്റിന് വിവരമെത്തും. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പ്രതിഷേധത്തെ മറയാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധ സ്ഥലത്തിന് സമീപമുള്ള കേരള ഹൗസിന് പുറത്ത് ഡൽഹി പോലീസിന്റെ 2 നിരീക്ഷണ വാഹനങ്ങളാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിലൊന്ന് ഗ്രൗണ്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് തത്സമയം CCTV ദൃശ്യങ്ങൾ നൽകുന്ന ഡൽഹി പോലീസിന്റെ മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ വാഹനമാണ്. രണ്ടാമത്തേത് ഇക്ഷ്ണ എന്ന വാഹനമാണ്. ഇതിലാണ് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധ സ്ഥലങ്ങളിലും വലിയ ജനക്കൂട്ടമുള്ള ഇടങ്ങളിലും ക്രമസമാധാന പരിപാലനത്തിനും സുരക്ഷാ നിരീക്ഷണത്തിനുമായി ഡൽഹി പോലീസ് ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില വീഡിയോകളിൽ ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാണ്. ജനക്കൂട്ടത്തിലുള്ള ആളുകളുടെ മുഖങ്ങൾ സോഫ്റ്റ്വെയർ കണ്ടെത്തുകയും അവ പോലീസിന്റെ ഡേറ്റാബേസുമായി ഒത്തുനോക്കുകയും ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്ക്രീനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം പോലീസിന്റെ ഈ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി CJP രംഗത്ത് വന്നിട്ടുണ്ട്. സമരം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ക്യാമറകൾ വെക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അവർ ആരോപിച്ചു. പ്രതിഷേധക്കാരുടെ ബയോമെട്രിക് ഡേറ്റ പോലീസ് അനധികൃതമായി ശേഖരിക്കുകയാണെന്ന ആശങ്കയും CJP പങ്കുവച്ചു. പ്രതിഷേധ സ്ഥലം ഒരു ഡിജിറ്റൽ ജയിലല്ല. സ്വകാര്യത എന്നത് പൗരന്റെ മൗലിക അവകാശമാണ്. പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം വിനിയോഗിക്കുമ്പോൾ പൗരന്മാരെ ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് CJP തങ്ങളുടെ X ഹാൻഡിലിൽ കുറിച്ചു. എന്നാൽ FRS ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഒരു സാധാരണ സുരക്ഷാ മുൻകരുതലാണെന്നും റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, ഹോളി, ദീപാവലി, ഈദ്, രാംലീല ആഘോഷങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രധാന പൊതുപരിപാടികളിലും ഉത്സവങ്ങളിലും മുൻപും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. പ്രതിഷേധക്കാരെ നിരീക്ഷിക്കാനോ ചാരപ്പണി നടത്താനോ ആണ് ക്യാമറകൾ സ്ഥാപിച്ചതെന്ന വാദങ്ങൾ തള്ളിക്കളഞ്ഞ പോലീസ് വൃത്തങ്ങൾ ഇത്തരം ആരോപണങ്ങൾ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വ്യക്തമാക്കി. ഭീകര സംഘടനകൾ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ക്രമസമാധാനം തകർക്കുന്നതിനും രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുന്നതിനുമായി അവർ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചേക്കാമെന്നും ഡൽഹി പോലീസിനും കേന്ദ്ര സുരക്ഷാ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും പിന്തുടരാനോ പ്രൊഫൈൽ ചെയ്യാനോ ഉള്ളതല്ല FRS ക്യാമറയെന്നും മറിച്ച് പോലീസ് റെക്കോർഡുകളിൽ നിലവിൽ ചിത്രങ്ങളുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും പോലീസ് വ്യക്തമാക്കി. CCTV ക്യാമറകൾ വഴി ലഭിക്കുന്ന ദൃശ്യങ്ങളിലെ മുഖങ്ങൾ പോലീസ് കുറ്റകൃത്യ ഡേറ്റാബേസിൽ സൂക്ഷിച്ചിട്ടുള്ള ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് ക്രിമിനലുകളെ തിരിച്ചറിയുന്നത്. ശിക്ഷിക്കപ്പെട്ടവരും കുറ്റവാളികളുമായ ആളുകളുടെ ഫോട്ടോകൾ അടങ്ങിയ ഒരു ശേഖരം ഞങ്ങളുടെ പക്കലുണ്ട്. ഈ ഏരിയയിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സോഫ്റ്റ്വെയർ വിശകലനം ചെയ്യുകയും ഞങ്ങളുടെ ഡേറ്റാബേസിലുള്ള ആരെങ്കിലുമായ സാമ്യം കണ്ടെത്തിയാൽ അത് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്തുന്നതിനും വലിയ ജനക്കൂട്ടമുള്ള ഘട്ടങ്ങളിൽ ക്രമസമാധാന ലംഘനങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനുമാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.